വാർത്തയിലേക്ക്. മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി ബിഷപ്പുമാർ. SIUC ലത്തീൻ സഭാ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതിമാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്കിംഗ്. ഇത് SIUC ബിഷപ്പ് ഡോക്ടർ ഗ്ലാഡ്സ്റ്റോൺ 17/6/2002 പ്രീത എന്ന ബാലരാമപുരം സ്വദേശിക്ക് നൽകിയ SIUC സർട്ടിഫിക്കറ്റാണ്. ജാതിയാവട്ടെ SIUC നാടാർ ക്രിസ്ത്യൻ. അതേ പ്രീത 11/11/2005 ആയപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാറ്റി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ലത്തീൻ സഭയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. ഈ ജാതിമാറ്റം സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമെന്നത് വ്യക്തം. അടുത്തത് ഇങ്ങനെ: ഭരണഘടനാ വിരുദ്ധമായി 18/3/2025 നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഷാജി എന്ന വ്യക്തി ജാതിയും മതവും മാറി ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയാണിത്. സമാനമായ രീതിയിൽ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഇന്ദുലാൽ നെയ്യാറ്റിൻകര സ്വദേശി 3/2/2025 ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയും. ഇങ്ങനെ ഈ വർഷം മാത്രം ജാതിയും മതവും മാറിയവർ 1000-ലേറെ പേരാണ്. ഇതൊക്കെ പൂർണ്ണമായും സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയെന്ന് വ്യക്തം. ജനനം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയെ അട്ടിമറിച്ചാണ് ഉദ്യോഗസ്ഥർ മതമേലധ്യക്ഷന്മാരുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ജാതി മാറ്റം തകൃതിയായി നടത്തുന്നത്. ഇനി മറ്റൊരു രേഖ. 2011 തന്നെ ജാതി മാറ്റം നിയമപരമായി അല്ലാതെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. അപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. ആയിരത്തി 1947 മുമ്പ് ലത്തീൻ സഭ വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ സഭ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിയമം നിലനിൽക്കെയാണ് ജാതിമാറ്റ അട്ടിമറി സംസ്ഥാനത്ത് നടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് 2010 തന്നെ ജാതിമാറ്റ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ലത്തീൻ കത്തോലിക്ക സമുദായങ്ങൾക്ക് ജാതിമാറ്റ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉത്തരവായി നൽകിയിരുന്നു. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനും സർക്കാരിന് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ
എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സംസ്ഥാനത്ത് ജാതി മതമാറ്റം തകൃതിയായി നടക്കുന്നത്. മതമേലധ്യക്ഷന്മാരും സർക്കാരും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും കുടപിടിക്കുമ്പോൾ നിലവിൽ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ജാതി മതമാറ്റത്തിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു അംഗബലം, ഒപ്പം ജാതി മതം മാറുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ ആനുകൂല്യങ്ങളും. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം സംസ്ഥാനത്ത് നടക്കുന്നതും. വിനീഷ്, ജനം, തിരുവനന്തപുരം.